ഇന്ന് നമുക്ക് മോഡേൺ ലവ് ചെന്നൈ എന്ന സീരീസിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, കാമുകനാൽ ചതിക്കപ്പെട്ട് ഗർഭിണിയായ നായികയ്ക്ക് അബോർഷൻ ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നായികയുടെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ കടന്നു വരുമെന്ന് ഒരു സ്വാമി പ്രവചിച്ചു. പിന്നീട് അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ആരെയും വിശ്വസിക്കാത്ത നായിക മറ്റൊരാളെ വിശ്വസിക്കേണ്ടി വന്നു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ കഥാനായികയെ. നായിക പ്രഗ്നന്റ് ആണ്. അവളെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുന്നത് അവളോടൊപ്പം ജോലി ചെയ്യുന്ന ഒരു ചേച്ചിയായിരുന്നു. നായികയെ അബോർഷൻ ചെയ്യുവാനായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അബോർഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഡോക്ടറാണെങ്കിൽ ആ ചേച്ചിയെ അകത്തേക്ക് വിളിക്കും. എന്നിട്ട് ആ ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ ഇവളുടെ കാമുകൻ? ആ നാറി വന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കേട്ട് ആ ചേച്ചി പറയുന്നത്, ഇല്ല, അവൻ വന്നില്ല. ഇവൾ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ സമയത്ത് ഇവളെ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ടാ അബോർഷന് തയ്യാറായതെന്നും ആ ചേച്ചി പറയുന്നു. അബോർഷൻ എല്ലാം കഴിഞ്ഞ് അതാ ചേച്ചിക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ ആ ചേച്ചിയാണെങ്കിൽ അവളുടെ കാമുകനെ വല്ലാതെ വഴക്ക് പറയുന്നുമുണ്ട്. എപ്പോൾ ഇവളെ കൊണ്ട് വീട്ടിൽ പോകാമെന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ, വീട്ടിൽ അറിയാതെ വന്നതല്ലേ, അതുവരെ ഈ ട്രിപ്പ് ഒന്ന് തീരട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് വീട്ടിൽ പോകാമെന്നും ഡോക്ടർ പറഞ്ഞിട്ട് പോകുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നായികയും കൂട്ടി ആ ചേച്ചിയാണെങ്കിൽ അവളുടെ വീട്ടിലേക്ക് പോയി. നായികയുടെ വീടിനടുത്ത് തന്നെയാണ് ആ ചേച്ചി താമസിക്കുന്നതും. എന്നാൽ വീട്ടിലെത്തിയതിനു ശേഷം പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം നായികയുടെ പെരുമാറ്റത്തിലെ വ്യത്യാസം അവളുടെ അച്ഛനൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ വല്ലാതെ ഗ്ലൂമി ആയിട്ടിരിക്കുകയാണ്. ആരോടും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല. മാത്രവുമല്ല, അവൾ ആഹാരം പോലും കഴിക്കുന്നതുമില്ല. അത് മനസ്സിലാക്കിയ അച്ഛനാണെങ്കിൽ, എന്റെ മകൾക്ക് എന്തോ സംഭവിച്ചു, അതുകൊണ്ട് അവളെ ഒന്ന് കൊണ്ടുപോയി സാമിയം വല്ലതും കാണിച്ച് ചരട് വല്ലതും ജപിച്ചു കെട്ടിയാൽ ചിലപ്പോൾ ശരിയാകും. ഇവൾക്ക് വല്ല പ്രേതവും കൂടിയതാണോ എന്നൊക്കെ അച്ഛൻ ചിന്തിക്കും. ആ മറ്റു ചേച്ചിയുണ്ടല്ലോ, അവളുടെ കൂട്ടുകാരി, ആ ചേച്ചിക്കും ഇവളുടെ പെരുമാറ്റം കാണുമ്പോൾ എന്തൊക്കെയോ പേടി തോന്നുന്നു. മാത്രമല്ല, നായികയാണെങ്കിൽ ആത്മഹത്യക്കൊക്കെ ശ്രമിച്ചു. അതൊന്ന് സഹിക്കാനകത്ത് ആ ചേച്ചിയാണെങ്കിൽ അവിടെയുള്ള ഒരു സ്വാമിയുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അയാളാണെങ്കിൽ ഒരു കള്ള സ്വാമിയാണെങ്കിൽ ഈ ചേച്ചിയെ കണ്ടുടനെ, വരണം വരണം, നിന്നോടൊപ്പമുള്ള ബാക്കിയുള്ള ബൊമ്മകളൊക്കെ എവിടെയെന്ന് ചോദിക്കും. ആ സ്വാമി പെൺകുട്ടികളെയൊക്കെ ബൊമ്മകളെന്നാണ് പറയുന്നത്. നമ്മുടെ നായികയെ കണ്ടതും, ആ ഇതാരാ അടുത്ത ബൊമ്മയൊന്ന് ചോദിച്ച് അവളെ അവിടെ സ്വീകരിച്ചിരുത്തും. എന്നാൽ ആ സ്വാമിയുടെ സംസാരമൊന്നും അവൾക്ക് ഇഷ്ടമാകുന്നതേയില്ല. അവൾ വല്ലാത്തൊരവസ്ഥയിലിരിക്കുന്നത് കണ്ട് സ്വാമിയാണെങ്കിൽ നായികയോട്, നിന്റെ കാലൊന്ന് നീട്ടിയെന്ന് പറയും. അവൾ കാല് കാണിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ പ്രശ്നം നീ കാമുകനുമായിട്ട് പിരിഞ്ഞല്ലേ, അതല്ലേ എന്ന് ചോദിക്കും. അത് കേട്ട ആ ചേച്ചിയാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, ഈ സ്വാമിയെ സിദ്ധൻ. അത് കേൾക്കുന്നതും നായികയ്ക്ക് വല്ലാത്ത ദേഷ്യമൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് സ്വാമിയാണെങ്കിൽ തന്റെ കൈവശമുണ്ടായിരുന്ന മുട്ടായി ആണെങ്കിൽ അവൾക്ക് നേരെ നീട്ടും. എന്നിട്ട് പറയുന്നത്, ഒരു പ്രേമം കൊണ്ടുണ്ടായ വേദനയ്ക്ക് മറ്റൊരു പ്രേമമാണ് പരിഹാരമെന്ന് പറയുന്നു. അത് കേട്ടതും അവൾക്ക് ദേഷ്യം വരും. കാരണം ഒരു പ്രേമം കാരണം പണി കിട്ടിയിരിക്കുകയാണല്ലോ അവൾ. എന്നിട്ട് പറയുന്നത്, നിന്നെ തേടി വടക്ക് നിന്ന് ഒരുത്തൻ വരും. ചിലപ്പോൾ അവൻ കള്ളനാകാം, കൊലപാതകിയാകാം, ആരുമാകാം. നിനക്ക് അവനിലൂടെയാണ് ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നതെന്നും സ്വാമി പറഞ്ഞു. ദേഷ്യം വന്ന അവളാണെങ്കിൽ എഴുന്നേറ്റ് നിന്ന് സ്വാമിയെ കുറെ പറയും. എന്നിട്ട് പറയുന്നത്, ഞാൻ ആരെയും ഇനി വിശ്വസിക്കത്തില്ല, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ അറിയാം, അങ്ങനെ ഞാൻ എല്ലാവർക്കും മുന്നിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നു. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ക്ഷമിക്കണം സ്വാമി, അവളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ പറയുന്നത്, വേറൊന്നും വിചാരിക്കരുതേ എന്ന് പറയുന്ന സമയത്ത് സ്വാമിയാണെങ്കിൽ നായികയെ നോക്കിയിട്ട്, ഏയ് ബൊമ്മേ, നിന്നെ തേടി വടക്കനൊരാൾ വരും, അവനു വേണ്ടി നീ കാത്തിരിക്കണം എന്നൊക്കെ ചിരിച്ചുകൊണ്ട് പറയുന്നു. ദേഷ്യപ്പെട്ടാണ് നായിക അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം അവരാണെങ്കിൽ ജോലിയെല്ലാം കഴിഞ്ഞു വരികയാണ്. ഇവരെല്ലാവരും ഒരു ബിസ്ക്കറ്റ് ഫാക്ടറിയിലാണ് ജോലി ചെയ്യുന്നത്. ഒരു പാനിപ്പൂരി കടയിൽ പാനിപ്പൂരി കഴിക്കുവാനായി നിൽക്കുന്നു. അതൊരു വടക്കൻ പയ്യനാണ് പാനിപ്പൂരി വിൽക്കുവാനായി നിൽക്കുന്നത്. അവരെല്ലാവരും അവിടെ നിൽക്കുന്ന സമയം തന്നെ കുറച്ചു പേർ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. ആ നാട്ടിലെ കുറച്ച് റൗഡി പയ്യന്മാരെന്ന് പറയാം. അവന്മാര് വന്നിട്ട് നമ്മുടെ നായികയെ കളിയാക്കിയൊക്കെയാണ് സംസാരിക്കുന്നത്. അവൾ അബോർഷൻ ചെയ്ത കഥയൊക്കെ ഇവർക്ക് അറിയാമെന്നാ തോന്നുന്നത്. ഏയ്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി സംസാരിക്കും. ദേഷ്യം വന്ന നായികയാണെങ്കിൽ, എടാ, നീ ആ കടയിൽ ഇരുന്നു കൊണ്ട് നിന്റെ മൊബൈലിൽ വെച്ച് എന്തൊക്കെയാ ചെയ്യുന്നതെന്ന് എനിക്കറിയാം, കൂടുതൽ എന്നെ കൊണ്ട് പറയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവിടെ വെച്ച് ചെറിയൊരു തർക്കം ഉണ്ടാവുകയാണ്. എന്നാൽ ആ വടക്കൻ പയ്യൻ പറയുന്നുണ്ട്, കടയിൽ വെച്ച് ഇങ്ങനെയൊന്നും പ്രശ്നമുണ്ടാക്കരുത് എന്ന് പറഞ്ഞ് ആ വന്ന ഗുണ്ടകളെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു. അതിനുശേഷം നായികയും കൂട്ടുകാരികളും എല്ലാം നടന്നു പോകുന്ന സമയത്ത് ഒരു കൂട്ടുകാരി ചോദിക്കുന്നുണ്ട്, എടി, ഒരു പാനിപ്പൂരി പ്ലേറ്റിൽ എത്ര പാനിപ്പൂരി കാണും? അപ്പോൾ ഒരു കൂട്ടുകാരി പറഞ്ഞു, 4 എണ്ണം. എന്നാൽ നമ്മുടെ ഇവളുടെ പ്ലേറ്റിൽ മാത്രം എന്താ 6 എണ്ണം എന്ന് നായികയെ നോക്കി ചോദിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന നായികയാണെങ്കിൽ നേരെ പാനിപ്പൂരി കടക്കാരനടുത്ത് ചെന്നിട്ട്, എടാ,
എല്ലാവരുടെയും പ്ലേറ്റിൽ 4 വെച്ചിട്ട് നീ എന്തിനാ എന്റെ പ്ലേറ്റിൽ 6 വെച്ചത്? അത് കേട്ട് അവൻ പറയുന്നത്, അത് നിങ്ങൾ പാനിപൂരി ഒരുപാട് കഴിക്കത്തില്ലേ, അതുകൊണ്ടാണ് ഞാൻ വെച്ചതെന്ന് പറയുന്നു. അവന് തമിഴ് നന്നായിട്ട് അറിയാം. അത് കേട്ട് ദേഷ്യം വന്ന അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു പാനിപൂരി എടുത്ത് അവന്റെ ദേഹത്ത് എറിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. അടുത്ത ദിവസം ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ഇരുന്ന് ജോലി ചെയ്യവേ നമ്മുടെ നായികയോട് ആ ചേച്ചി പറയുന്നുണ്ട്, എടി അവൻ പാവമ്മ, നീ വിചാരിക്കും പോലെ എല്ലാ ആൺപിള്ളേരും ഒരുപോലൊന്നുമല്ല. നീ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടന്ന സമയത്ത് നിന്റെ ഹോസ്പിറ്റലിലെ ചിലവിന് വേണ്ടിയിട്ടുള്ള കാശ് ദേ ഇവനാ എനിക്ക് ജിപേ ചെയ്തു തന്നത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം, ആണുങ്ങളില്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല, ആണുങ്ങളാൽ തന്നെ നമുക്ക് ജീവിക്കാനും പറ്റത്തില്ല. ആ ഒരു അവസ്ഥയാ, നീ അത് മനസ്സിലാക്കണമെന്നും നായികയോട് പറഞ്ഞു. അത് കേട്ട നായികയാണെങ്കിൽ നേരെ പാനിപ്പൂരി കടക്കാരനടുത്തെത്തി. നീയാണോ എനിക്ക് വേണ്ടി കാശ് കൊടുത്തത് എന്ന് ചോദിച്ച് ആ കാശാണെങ്കിൽ അവന് നേരെ എറിഞ്ഞു കൊടുക്കുന്ന സമയം തന്നെ യൂട്യൂബിൽ നിന്നും കുറച്ച് ഫുഡ് ബ്ലോഗേഴ്സ് അവിടെ വരുന്നു. അത് കാണുന്ന ആ പാനിപ്പൂരി കടക്കാരനാണെങ്കിൽ വ്ളോഗിന് വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാ. നാണം കെടുത്തരുത്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യുമോ, കുറച്ച് ഉരുളം കിഴങ്ങ് തൊലി ഉരിഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്നു. അത് കേട്ട് അവളാണെങ്കിൽ സഹായിക്കുവാനായും തീരുമാനിച്ചു. അങ്ങനെ ആ ഒരു വ്ളോഗ് അടുത്ത ദിവസം തന്നെ യൂട്യൂബിൽ വരികയാണ്. യൂട്യൂബിലെ ആ വീഡിയോ എല്ലായിടത്തും വൈറലായി. ആ യൂട്യൂബിൽ പാനിപ്പൂരി കടക്കാരനെയും നമ്മുടെ നായികയും ഭാര്യയും ഭർത്താവ് എന്നാണ് അവർ വിശേഷിപ്പിച്ചതും. അതാ നാട്ടിലെല്ലാവരും ചർച്ചയാക്കി. ഒരു ചെറിയൊരു പഞ്ചായത്ത് നടക്കുകയാണ്. അതിൽ നായികയും നായികയുടെ അച്ഛനും ഒക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ആ പാനിപ്പൂരി കടക്കാരനുമുണ്ട്. എന്നിട്ട് ചോദിക്കുന്നത്, ആ യൂട്യൂബിൽ വന്ന വീഡിയോ കണ്ടോ, അതിലെന്താ പറഞ്ഞിരിക്കുന്നത്, സത്യാവസ്ഥ എന്താന്നൊക്കെ അവിടെ ചർച്ച നടക്കുന്ന സമയം തന്നെ വ്ളോഗ് എടുത്തവരും അവിടേക്ക് വരും. അതോ ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാ, ഇവർ രണ്ടുപേരും നിൽക്കുന്നത് കണ്ടപ്പോൾ അറിയാതെ സംഭവിച്ചു പോയതാ, ഞങ്ങളത് തിരുത്തി അടുത്തൊരു വീഡിയോ ഇടാമെന്നും അവർ വന്ന് പറയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ കടക്കാരൊക്കെ ആകെ പ്രശ്നമുണ്ടാക്കുന്നു. വലിയൊരു പ്രശ്നം തന്നെ നടക്കുകയാണ്. ആ മൊബൈൽ കടക്കാരൻ ആരെന്നാൽ പാനിപ്പൂരി കടയിൽ വന്ന് അന്ന് പ്രശ്നമുണ്ടാക്കിയല്ലോ, അവന്റെ പേരാണ് സുരേഷ്. ഒരുവിധം ആ ഒരു പ്രശ്നമെല്ലാം പറഞ്ഞു തീർക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നായികയും ആ ഒരു ചേച്ചിയും കൂടി പാനിപ്പൂരി കടയിലേക്ക് വരുന്ന സമയത്ത് അവനെ സഹായിക്കുവാനായിട്ട് മറ്റൊരു പെൺകുട്ടി നിൽക്കുന്നത് അവർ കാണുന്നു. ഇതാരാണെന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ പാനിപ്പൂരി കടക്കാരൻ പറയുന്നത്, അതോ എന്നെ സഹായിക്കുവാനായിട്ട് നാട്ടിൽ നിന്ന് വന്നതാ, മാത്രമല്ല ഇവൾ കുറച്ച് തമിഴ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യവും പാനിപ്പൂരി കടക്കാരൻ പറയുന്നു. കൂടാതെ ഒരു കാര്യം കൂടി അവൻ പറയുകയാണ്, എനിക്ക് വിവാഹം കഴിക്കുന്നത് ഒരു തമിഴ് പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാ എന്ന് പറയും. അത് കേട്ടിട്ട് ആ ഒരു ചേച്ചി നമ്മുടെ നായികയും അവിടെ നിന്ന് നടന്നു പോകുന്ന സമയത്ത് നായികയാണെങ്കിൽ പാനിപ്പൂരി കടക്കാരനെ തിരിഞ്ഞു നോക്കുന്നു. അവനും അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കുകയാണ്. ഇവർക്ക് രണ്ടുപേർക്കുമിടയിൽ ചെറിയൊരു കണക്ഷൻ ഉണ്ടാകുന്നു. അങ്ങനെ ഇരിക്കെ ഇവരുടെ നാട്ടിലാണെങ്കിൽ ഉത്സവം നടക്കുകയാണ്. പാനിപ്പൂരി കടക്കാരനടുത്തെത്തിയ ആ ഒരു മൊബൈൽ കടക്കാരന്റെ സുഹൃത്തുണ്ടല്ലോ, ഞങ്ങളുടെ ചേട്ടനെ നിന്നെ കാണണമെന്ന് പറഞ്ഞു വേഗം വരുവാനായും പറയുമ്പോൾ, ഞാൻ വരത്തില്ല, എനിക്കിവിടെ ജോലിയുണ്ടെന്ന് പാനിപ്പൂരി കടക്കാരൻ പറയും. അത് കേട്ട് അവനാണെങ്കിലോ, നിന്റെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ രസമുണ്ടാക്കി വെച്ചിരുന്ന ചട്ടി എടുത്തുകൊണ്ട് ഓടിക്കളയും. അവനും പിന്നാലെ ഓടും. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് വെച്ച് അവനെ എല്ലാവരും പിടിച്ചു നിർത്തി ഒരുപാട് തല്ലും. അടുത്ത ദിവസം പാനിപ്പൂരി കട തുറന്നിട്ടില്ല. അതറിഞ്ഞ നായികയും ആ ചേച്ചിയും വിവരങ്ങളൊക്കെ അറിഞ്ഞ് പാനിപ്പൂരി കടക്കാരന്റെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ കാണുന്ന കാഴ്ചയാണെങ്കിൽ മുഖമാകെ മുറിവുകളോടെ ചതവുകളും ഒക്കെ പറ്റി അവിടെ ഇരിക്കുന്ന പാനിപ്പൂരി കടക്കാരനെയാണ്. അവനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ പറയുന്നത്, എനിക്കിനി ഈ നാട്ടിൽ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഞാൻ എന്റെ നാട്ടിലേക്ക് തിരികെ പോവുകയാണെന്ന് പറയുന്നു. നായികയാണെങ്കിൽ അവനെ ഒരുപാട് തടയുവാനായി നോക്കിയെങ്കിലും അവൻ കേൾക്കുവാനായും കൂട്ടാക്കുന്നില്ല. അടുത്ത ദിവസം നായികയാണെങ്കിൽ ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ സങ്കടത്തോടെ ഇരുന്ന് ബിസ്ക്കറ്റൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേസമയം പാനിപ്പൂരി കടക്കാരനാണെങ്കിൽ അവിടെ വന്നിട്ട് കുറച്ച് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട്, ഞാനേ തിരികെ പോണില്ല, ഞാൻ ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്യുവാൻ തീരുമാനിച്ചെന്നും അവളെ നോക്കി പറയുന്നു. അവർക്ക് രണ്ടുപേർക്കുമിടയിൽ പ്രണയം വളരുകയാണ്. അങ്ങനെ നായികയും പാനിപ്പൂരി കടക്കാരനും തമ്മിൽ പ്രണയമാവുകയാണ്. അത് ആ നാട്ടിലൊക്കെ ചെറിയ ചർച്ചയാവുകയും ചെയ്യുന്നുണ്ട്. നായികയാണെങ്കിൽ പാനിപ്പൂരി കടക്കാരനെ പ്രണയിക്കുന്നതും വിവാഹം കഴിക്കുന്നതും ഒക്കെ സ്വപ്നം കാണുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ നായികയുടെ വീട്ടിലാണെങ്കിൽ നാട്ടുകാരൊക്കെ വന്ന് പ്രശ്നമുണ്ടാക്കുകയാണ്. ഒരു വടക്കനെ ഇവൾ പ്രണയിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ നായികയുടെ അച്ഛൻ പറയുന്നത്, അവർ പ്രായപൂർത്തിയായവരല്ലേ, ആരെയോ പ്രണയിക്കട്ടെ, എന്തോ ചെയ്യട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവരെ എല്ലാവരെയും അവിടെ നിന്ന് പറഞ്ഞു വിടുന്നതും. എന്നാൽ അടുത്ത ദിവസം മുതൽ പാനിപ്പൂരി കട അടച്ചിട്ടിരിക്കുന്നു. അവിടെയൊന്നും അവനെ കാണുന്നതുമില്ല. വിളിച്ചിട്ടും കിട്ടുന്നില്ല. അവൾക്ക് ആകെ വിഷമവും ടെൻഷനും. അവൻ എവിടെ പോയെന്ന് അറിയാത്തതിന്റെ ടെൻഷനാണ്. അതേസമയം തന്നെ അവളുടെ കൂട്ടുകാരി ചേച്ചിയാണെങ്കിൽ നായികയെ ഫോൺ വിളിച്ചിട്ട്, എടി നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ നായികയും കൂട്ടി ആ ചേച്ചി പോയത് ഒരു ഹോസ്പിറ്റലിലേക്കായിരുന്നു. അവിടെ ബോധമില്ലാതെ കിടക്കുന്ന ആ പാനിപ്പൂരി കടക്കാരൻ പയ്യന്റെ നാട്ടിൽ നിന്ന് വന്ന ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവളെയാണ് നായിക കണ്ടതും. ഇതെന്ത് പറ്റിയെന്ന് തിരക്കുമ്പോൾ ആ ചേച്ചി പറയുന്നത്, അവൻ എന്തെന്നാ നമ്മളോട് പറഞ്ഞിരുന്നത്, അവന്റെ നാട്ടിൽ നിന്നും തമിഴ് പഠിക്കുവാനും ജോലി പഠിക്കുവാനും വേണ്ടി വന്നതെന്നല്ലേ, സത്യത്തിൽ അതല്ല,
ഇതിവന്റെ കാമുകിയ, ഇവൻ ഇവിടെ കൊണ്ടുവന്ന് അവളെ പ്രഗ്നന്റ് ആക്കി. അവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞ സമയത്ത് അവളെ ചതിച്ചിട്ട് അവൻ നാട് വിട്ട് കളഞ്ഞു. എവിടെയാണെന്ന് ഇപ്പോൾ അവനെ അറിയത്തില്ല എന്നും ആ ചേച്ചി പറയുന്നത് കേട്ട് നായിക തകർന്നു പോകുന്നു. നായികയ്ക്ക് ചെയ്തതുപോലെ തന്നെ അബോഷണയ്ക്ക് ചെയ്ത് ആ പെൺകുട്ടിയെ ഡിസ്ചാർജ് ചെയ്ത് ഡോക്ടർ വിടുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് അവരോടൊപ്പം ബിസ്ക്കറ്റ് ഫാക്ടറിയിൽ ഇരിക്കുകയായിരുന്നു ആ ഒരു പെൺകുട്ടി. അപ്പോൾ എങ്ങനെയാണ് ഇവനെ പരിചയപ്പെട്ടത് എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പെൺകുട്ടി പറയുന്നത്, ഇവൻ എന്റെ വീടിനടുത്ത് പാനിപ്പൂരി വിൽക്കുവാനായിട്ട് വന്നതാണ്. ഞാൻ പാനിപ്പൂരി കഴിക്കുവാനായി പോകും. ഇവനാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ 2 പാനിപ്പൂരി വെക്കും. അങ്ങനെ വെച്ച് വെച്ച് ദേ എനിക്കിപ്പോൾ വലിയ പണി വെച്ചിട്ട് അവൻ പോയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവൾ സങ്കടപ്പെടുന്നു. അത് കേൾക്കുമ്പോൾ നമ്മുടെ നായികയാണെങ്കിൽ ആ ചേച്ചിയെ രൂക്ഷമായി നോക്കുകയാണ്. കാരണം എന്തെന്നാൽ ഇതുപോലെയല്ലേ അവൻ നായികയോടും ചെയ്യുന്നത്. എക്സ്ട്രാ പാനിപ്പൂരി വെച്ചു കൊടുത്തിട്ട് അവളെ വളച്ചെടുക്കുവാനുള്ള പരിപാടിയല്ലായിരുന്നു. പക്ഷെ അത് ചീറ്റിപ്പോയില്ലേ. അങ്ങനെ ആ ഒരു ദ്രോഹിയുടെ കൈവശം നിന്ന് രക്ഷപ്പെട്ട നായികയാണെങ്കിൽ ഇപ്പോൾ സമാധാനമായി ജീവിക്കുകയാണ്. അങ്ങനെ നായികയ്ക്ക് അവളുടെ വീട്ടുകാരാണെങ്കിൽ ഒരു കല്യാണാലോചന കൊണ്ടുവന്നു. പയ്യനാണെങ്കിൽ നല്ല പയ്യൻ. പയ്യന് സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്, ബിസിനസ്സൊക്കെ നടത്തി ജീവിക്കുകയാണെന്നും പറയുന്നു. അങ്ങനെ അവൾക്കും പയ്യനെ ഇഷ്ടമായി. അവൾ മനസ്സോടെയാണ് കല്യാണത്തിന് സമ്മതിക്കുന്നതും. മറ്റുള്ളവരൊക്കെ അറിയാത്തവരെ കല്യാണം കഴിച്ച് ജീവിക്കുന്നു, പിന്നെ എനിക്കെന്താ പറ്റാത്തത് എന്നാണ് അവൾ ചിന്തിച്ച് കല്യാണത്തിന് സമ്മതിച്ചത്. അവരുടെ വിവാഹവും കഴിഞ്ഞു. ആദ്യ രാത്രി 2 പേരും സംസാരിച്ചിരിക്കുകയാണ്. പയ്യനോട് സംസാരിക്കുന്ന സമയത്ത് അവൾ പറയുന്നത്, നിങ്ങളുടെ ഈ ഒരു മുഖവും നിങ്ങളുടെ ഈ ഒരു ശബ്ദവും ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മ കിട്ടുന്നില്ല എന്നവൾ പറയും. അത് കേട്ട കല്യാണ ചെറുക്കനാണെങ്കിൽ, ബൊമ്മേ എന്നെ മനസ്സിലായില്ലേ ബൊമ്മേ എന്ന് ചോദിക്കും. അത് കേട്ടതും നായികയ്ക്ക് ആളിനെ പിടികിട്ടി. എന്തെന്നാൽ ആ ചേച്ചിയാണെങ്കിൽ ഒരു സ്വാമിയുടെ അടുത്ത് കൊണ്ടുപോയില്ലേ, ഒരു കള്ളസ്വാമിയുടെ അടുത്ത്. അയാളാണല്ലോ ഇവളെ ബൊമ്മ എന്ന് വിളിച്ചത്. അയാൾ തന്നെയാണ് ആള്. മീശയും താടിയൊക്കെ എടുത്ത് ഇപ്പോൾ നല്ല ഗെറ്റപ്പിൽ വന്നിരിക്കുകയാണ്. നീയാടാ കള്ള, എനിക്ക് നിന്നെ മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അയാളെ ഒരുപാട് അവൾ വഴക്ക് പറയുവാനായി തുടങ്ങുന്ന സമയത്ത് അയാളാണെങ്കിൽ നായികയുടെ കാലിൽ വീഴുകയാണ്. എന്നെ വിട്ടിട്ട് പോവല്ലേ ബൊമ്മേ, എനിക്ക് നീ മാത്രമേ ഉള്ളൂ. എനിക്ക് വിവാഹം കഴിക്കണമെന്ന ആഗ്രഹം വന്ന സമയത്ത് നിന്റെ ഫോട്ടോയാ എന്റെ മുന്നിലേക്ക് വന്നത് ബൊമ്മേ. നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, നിന്നെ ഞാൻ നന്നായി നോക്കിക്കൊള്ളാം, എന്നെ വിട്ടിട്ട് പോകല്ലേ ബൊമ്മ എന്ന് പറഞ്ഞ് അവളുടെ കാലിൽ വീഴും. ഒരുവിധം അയാൾ പറയുന്നതൊക്കെ കേട്ട് മനസ്സലിഞ്ഞ നായികയാണെങ്കിൽ, ശരി എന്നെ നന്നായി നോക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കൊരു കുറവും വരുത്തില്ല, നിന്നെ ഞാൻ നന്നായി നോക്കുമെന്നും അയാൾ അവൾക്ക് വാക്കും കൊടുത്തു. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷമായിട്ട് മുന്നോട്ട് പോവുകയാണ്. നായികയുടെ ഭർത്താവാണെങ്കിൽ ഒരു പഴക്കടയാണ് നടത്തുന്നത്. അവിടെ നിന്നും അവർക്ക് ജീവിക്കാനുള്ള നല്ല രീതിക്കുള്ള വരുമാനമൊക്കെ കിട്ടി സന്തോഷമായിട്ട് ഭാര്യയും ഭർത്താവും ജീവിക്കുകയാണ്. വൈകുന്നേരം ഭാര്യയും ഭർത്താവും ഒരുമിച്ചാണ് വണ്ടിയിൽ പോകുന്നത് തന്നെ. അങ്ങനെ വണ്ടിയിൽ പോകുന്ന സമയത്ത് ഭർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് അന്ന് പറഞ്ഞില്ലേ ബൊമ്മേ, നിന്നെ കല്യാണം കഴിക്കാനായിട്ട് ഒരാൾ വരും, അയാൾ അങ്ങ് വടക്കുന്നാ വരുന്നതെന്ന്. ഞാനും വടക്കുന്നല്ലേ വന്നത് എന്ന് ചോദിക്കുമ്പോൾ, തന്നെ അന്ന് പറഞ്ഞില്ലേ വടക്കുന്ന് വരുന്നവൻ ചിലപ്പോൾ ഒരു കള്ളനായിരിക്കുമെന്നൊക്കെ, അത് തന്നെയല്ലേ ഇപ്പോൾ നടന്നത് എന്നൊക്കെ പറഞ്ഞ് 2 പേരും ചിരിച്ചുകൊണ്ട് നമുക്ക് പാനിപ്പൂരി കഴിച്ചാലോ എന്ന് പറഞ്ഞ് ഒരു പാനിപ്പൂരി കടയുടെ മുന്നിൽ നിർത്തും. ആ പാനിപ്പൂരി കട കണ്ടതും അവൾക്ക് പഴയ പാനിപ്പൂരി കടക്കാരനെ ഓർമ്മ വന്നു. അവൻ എങ്ങനെയാണോ കടയിട്ടിരുന്നത് അതുപോലെ തന്നെയായിരുന്നു ആ ഒരു കടയും. എന്നിട്ട് നോക്കുന്ന സമയത്ത് അവിടെ കണ്ട കാഴ്ച ആ പാനിപ്പൂരി കടക്കാരനും അവന്റെ വൈഫും കൂടി നിൽക്കുന്നതാണ്. അവനിപ്പോൾ വിവാഹമൊക്കെ കഴിച്ചിരിക്കുന്നു. ഭാര്യയും ഭർത്താവും ചേർന്നാണ് പാനിപ്പൂരി ബിസിനസ് ഒക്കെ ഇപ്പോൾ നടത്തുന്നതും. അവരുടെ കടയിൽ പാനിപ്പൂരി കഴിക്കുവാനായിട്ട് നായികയും കയറുകയാണല്ലോ. നായിക തന്റെ ഭർത്താവിനെ അവന്റെ മുന്നിൽ വെച്ച് തന്നെ നല്ല സൂപ്പറായിട്ട് നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് ഉടുപ്പൊക്കെ ഒതുക്കി കൊടുക്കുകയും തലയൊക്കെ ഒതുക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഭർത്താവിനെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് ഉണ്ടാകുന്നത്. ഭർത്താവ് പറയുന്നുണ്ട്, പാനിപ്പൂരി എങ്ങനെയാണെന്ന് കഴിക്കേണ്ടത്, ആദ്യമേ പൂരി എടുത്തിട്ട് അതിനകത്തോട്ട് ഈ പാനിയൊക്കെ ഒഴിച്ച് ഇങ്ങനെ കഴിക്കുമെന്നൊക്കെ അവൾ കാണിച്ചു കൊടുക്കുമ്പോൾ ഭർത്താവും അതേപോലെ ഒരു പാനിപ്പൂരി എടുത്ത് വായിലിട്ട് ചവയ്ക്കുമ്പോൾ ഡാൻസ് ഒക്കെ കളിക്കുന്നു. 2 പേരും സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ്. അങ്ങനെ നായികയുടെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നെന്ന് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.